ബിലായിരിപ്പാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവിക മുൻപാകെ ആയിരിക്കാം. ഈ വർഷത്തിൻ്റെ 11ാമത്തെ മാസത്തിൻ്റെ അവസാനത്തെ ഞായറിലാണല്ലോ നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്രിസ്തുവിന് വന്ദനം ചെയ്യുകയാണ്. ഈ പകൽ ദൈവാത്മാവ് കൃത്യമായി നമ്മോട് സംസാരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18ാമത്തെ വേദഭാഗമാണ് നാം വായിച്ചത്. പുതുനിയമത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ ഈ വാക്യത്തെ പറയാൻ കഴിയും. പുതുനിയമ സഭയുമായുള്ള ബന്ധത്തിൽ, പുതുനിയമ ദൈവസഭയുമായുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ച് കഴിഞ്ഞാൽ 1-ാം അധ്യായം 18ാമത്തെ വാക്യം, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ അടുക്കൽ കൂടിയിരിക്കുന്ന ശിഷ്യന്മാരോട്, തൻ്റെ അടുക്കലിരിക്കുന്ന വ്യക്തികളോട് ദൈവാത്മാവിൽ കൈമാറുന്ന ഒരാഴമേറിയ ദൈവിക കമാൻഡ്മെൻ്റാണ്, ദൈവിക കമ്മീഷനാണ് നാം വായിച്ചത്. അതിനകത്ത് ഒട്ടനവധി ആഴമുണ്ടെങ്കിലും ഞാൻ ദൈവാത്മാവിൽ ഇന്ന് പകൽ ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്കായിരിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഇതാണ്: ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നതാണ്. ഈ പകല് വ്യക്തമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കർത്താവേ, കേവലം ഒരു പ്രസംഗം കേട്ട് കൈയടിച്ചെഴുന്നേറ്റ് പോകുന്ന ലാഘവത്തിൽ ഇരിക്കരുത്. ഒരു ദൈവിക നിറവെന്നിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ഒരു ദൈവിക നിറവെൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടണം. പ്രിയരെ, 2024 വരെ നമ്മൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, തപ്പിയും തടഞ്ഞൊക്കെ ഇതുവരെ എത്തി. ഹലോ, ഈ നവംബർ മാസം 24ാമത്തെ പകലും ഇതുവരെയൊക്കെ എത്തി. പക്ഷേ ഈ ശക്തി കൊണ്ട്, ഈ നിറവ് കൊണ്ട്, ഈ ബലം കൊണ്ട് 2024 പൂർത്തീകരിക്കാൻ നമുക്ക് പലർക്കും കഴിയില്ല. ആമേൻ. ഈ ബലം കൊണ്ട്, ഈ ശക്തി കൊണ്ട് 25 നമുക്ക് കടന്ന് ജയകരമായ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഏതു മനസ്സോടുകൂടെ ഇതിനകത്തിരുന്നാലും നിങ്ങളുടെ മനസ്സുകളെ മാറ്റിവെച്ചിട്ട് ഈ വചനത്തിൻ്റെ മുൻപാകെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് സംസാരിച്ചൊരു സബ്ജക്റ്റാണ്. ഇന്ന് പകൽ നിങ്ങൾ ഏറ്റെടുത്താലും ഇല്ലേലും ഈ പകൽക്കാലം ഇതിനകത്തൊരാത്മാവിൻ്റെ നിറവ് വെളിപ്പെടും. ഹല്ലേലൂയ. നിറവ് നിങ്ങളിൽ വെളിപ്പെട്ടാൽ ഇന്നുവരെ ജീവിക്കാത്ത ആത്മനിലവാരത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു തലമുറ ഒരു പട്ടണത്തിനകത്ത് എഴുന്നേറ്റ് വന്നാൽ അവൻ അന്ധകാര മണ്ഡലങ്ങൾക്ക് പേടി സ്വപ്നമാണ്. ഇന്ന് പകൽ അവന് നിന്റെ വസ്തുവിനോടല്ല നോട്ടം, അവൻ നിന്റെ വീടിനോടല്ല നോട്ടം, അവന് നിന്റെ സാഹചര്യങ്ങളും ഭൗതികമായ യാതൊന്നിനോടുമല്ല നോട്ടം, നിന്നിൽ വെളിപ്പെടാനുള്ള ദൈവിക നിറവിനോടാണ് നോട്ടം. ഇന്ന് പകൽ ആത്മനിറവുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഈ പകൽ പട്ടണങ്ങളെ പിടിക്കാൻ അഭിഷേകമുള്ളവർ എഴുന്നേറ്റ് വരും. ഇന്ന് പകൽ കണ്ണുനീരോടെ കരയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ മക്കൾക്ക് വിസ സ്റ്റീൽ ചെയ്യാൻ പ്രാർത്ഥിക്കരുത്. മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഈ പകൽ മക്കളുടെ മേലൊരു നിറവ് സംഭവിക്കാൻ പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതം അവർണ്ണനീയമായി മാറും. വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ആത്മനിറവിനെ സ്വാഗതം ചെയ്ത് പ്രാർത്ഥിച്ചു. ഈ പകൽ അസാധാരണമായ ദൈവിക ചലനങ്ങൾ സംഭവിക്കുക. എങ്ങനെയും ജീവിച്ച് എങ്ങനെയും മരിക്കരുത് പ്രിയരെ. ആത്മാവിന്റെ നിറവിനകത്ത് ജീവിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനായി മാറണം. ആത്മാവിന്റെ നിറവിനകത്ത് ജീവിച്ച് ആത്മാവിനാൽ പിടിക്കപ്പെടുന്നവനായി മാറണം. ഹല്ലേലൂയ. പ്രിയരെ, നമ്മെ ദൈവം പിടിപ്പിച്ചത്, നമ്മുടെ രോഗം സൗഖ്യമാക്കിയത്, നമ്മുടെ കെട്ടുകളെ പൊട്ടിച്ചത്, നമ്മുടെ ബന്ധനങ്ങളെ അടിച്ചത്, നമ്മിൽ നിന്ന് ഭൂതത്തെ ദൈവം പുറത്താക്കിയത് കേവലം ഒരു ഞായറാഴ്ച ഭക്തനായി ജീവിക്കാനല്ല. ഹലോ, കേവലം ഒരു വിശ്വാസിയായി ഒതുങ്ങാനല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാനാണ്.
നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എൻ്റെ കുടുംബത്തിനകത്തുള്ള പ്രതിസന്ധികൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര കരഞ്ഞിട്ടും മാറുന്നില്ലല്ലോ. ഇന്ന് പകൽ മാറാൻ ഒരേ ഒരു മർമ്മമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവനായി മാറണം. പരിശുദ്ധാത്മാവിന്റെ മിറവിൽ നടത്തപ്പെടുന്നവനായി മാറണം. പരിശുദ്ധാത്മാവിന്റെ മിറവ് ഇവിടെ വെളിപ്പെടുമോ അവിടെ ചരിത്രങ്ങൾ വെളിപ്പെട്ടു വരും. അവിടെ ദൈവിക തലനങ്ങൾ വെളിപ്പെട്ടു വരും. അവിടെ ദൈവിക മഹത്വം വെളിപ്പെട്ടു വരും. അവിടെ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ടു വരും. ഈ തലമുറയ്ക്കകത്ത് ദൈവത്തിനാൽ ഉപയോഗിക്കപ്പെടണമെന്ന് ഒരുവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ കൊതിക്കുക, എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് വെളിപ്പെടട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് വൈദ്യനായ ലൂക്കോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ട്, എന്ത് ലഭിച്ചിട്ട്? ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും യഹൂദയിലെ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം, ആ പദം ഒന്ന് പറഞ്ഞോട്ടെ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ. ഈ പകൽ ദൈവം നമ്മെക്കുറിച്ച് കണ്ട സ്വപ്നം ആമേൻ ഈ ലോകത്തിൻ്റെ ഏതൊക്കെ മൂലയ്ക്കകത്തൊതുക്കുന്നതല്ല. ദൈവം നിന്റെ കുടുംബത്തെക്കുറിച്ച് കണ്ട ഭാവി ഏതൊക്കെ ഭവനത്തിനകത്തൊതുങ്ങുന്നതല്ല. ദൈവം നിന്നെ കുറിച്ച് കണ്ടത് ഭൂമിയുടെ അറ്റത്തോളം ദൈവിക വിറ്റ്നസ്സാകുന്ന, ദൈവിക സാക്ഷിയാകുന്ന മഹത്തരമായൊരു പദ്ധതിയാണെങ്കിൽ ഈ പകൽ എത്ര പേർ കുതിക്കും? അതുപോലൊരു ആത്മനിറവന്റെ മേൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അമ്മേ, നമ്മുടെയൊക്കെ പ്രാർത്ഥന, നമ്മുടെയൊക്കെ ആരാധനകൾ, നമ്മുടെയൊക്കെ ദൈവത്തോടുള്ള ബന്ധം, ദൈവമേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. എങ്ങനെയൊക്കെ ഒന്ന് ഈ ജീവിതം ഒന്ന് 70 വരെ ഒന്ന് തള്ളി, അല്ലെങ്കിൽ ഒരു 80 വരെയൊക്കെ അങ്ങ് കൊണ്ടുപോയിട്ട് എല്ലാവരും മരിക്കും പോലെ മരിച്ചു പോകണമെന്നൊക്കെയാ പലരുടെയും ചിന്ത. പക്ഷെ ദൈവം നിന്നെക്കുറിച്ച് കണ്ട വാഗ്ദത്ത നിവർത്തിയുടെ ആഴ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകണം. ഈ തലമുറയിൽ എത്ര പേർ കൊതിക്കുന്നുണ്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ? ഒരു പട്ടണത്തിനകത്തൊതുങ്ങരുത്, ഒരു രാജ്യത്തിനകത്തൊതുങ്ങരുത്. എൻ്റെ ഭാവി, എൻ്റെ ശുശ്രൂഷ ഒരു ദേശത്തിനകത്തൊതുങ്ങരുത്. ലോകരാജ്യങ്ങളിൽ എന്നെ ദൈവിക ആയുധമായി ദൈവം ഉപയോഗിക്കുന്ന, ദൈവത്തിൻ്റെ കരത്തിലെ മല്ല, ദൈവത്തിൻ്റെ ഭൂമിയിലെ മല്ല അമ്പായി ശത്രുവിൻ്റെ തലയെ തകർക്കാൻ ശേഷിയുള്ള നല്ല ആയുധമായി എന്നെ ഉയർത്തുന്ന, എന്നെ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെടണമെന്ന് എത്ര പേർ ഈ പകൽ പ്രാർത്ഥിക്കും? ഓ ശാബാരാദലഗടഗ അർത്ഥബാല ദുരഗടഗജരാരഗൽഖബ. ആമേൻ. വൈദ്യനായ ലൂക്കോസ് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ പുറപ്പെടണം. അതിനകത്തുനിന്ന് 1-2 ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണോ? പ്രസംഗം കേട്ടതുകൊണ്ട് മാത്രം പോരാ, പാടിയത് കൊണ്ട്, അന്യഭാഷയിൽ കൈയടിച്ചത് കൊണ്ട് മാത്രം പരിപാടി നടക്കത്തില്ല. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കണം. എത്രയോ കുടുംബങ്ങൾ തകരുന്നു, എത്രയോ ശക്തന്മാർ വീഴുന്നു, എത്രയോ കുടുംബങ്ങൾ ചിതലമാകുന്നു. എല്ലാം ഉള്ളവർ ഒന്നുമില്ലാത്തവരായി മാറുന്നു. എന്തുകൊണ്ട്? വൈറ്റ് ഹാപ്പൻഡ്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അവർ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല. ഹലോ, അന്യഭാഷയുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, കയ്യടിയുണ്ടോ, ആരാധനയുണ്ടോ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഏതോ സാഹചര്യത്തിനകത്ത് ഒതുങ്ങുന്ന എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റായി പരിശുദ്ധാത്മാവിനെ അവർ കാണുമ്പോൾ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, പരിശുദ്ധാത്മാവ് ശക്തിയാണോ പാസ്റ്ററെ? ശക്തിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? വ്യക്തിയാണ്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, വ്യക്തിയാണ്. ആമേൻ. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരം കൊടുത്തപ്പോൾ അടുത്തൊരാൾ ഇരുന്നില്ലേ? അടുത്തൊരാൾ ഉണ്ടായതുകൊണ്ടല്ലേ കൈനീട്ടി കൈ കൊടുത്തത്. നിന്റെ അടുത്തിരിക്കുന്ന ആൾ ആരാ? ഒരു വ്യക്തി ആണ്. ആണായാലും പെണ്ണായാലും ഒരു വ്യക്തി ആണ്. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹലോ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും നിന്റെ അപ്പനും അമ്മയ്ക്കും കൂടെ കാണാൻ കഴിയാത്ത സാഹചര്യത്തിലും നിന്റെ കൂടെ ഇരിക്കാൻ കഴിയുന്ന, ഇറങ്ങി വരാൻ കഴിയുന്ന, നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന, നിന്റെ വഴി നടത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അവൻ ഇന്ന് പകൽക്കാലം കേവലം ശക്തിയല്ല, അവൻ വ്യക്തിയാണ്. അവൻ വ്യക്തിയാണ്. ഈ പകലും അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാൽ അവിടെ നടുവിൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം ഈ പകൽ ആകാശത്തെ ചാച്ചിറങ്ങി ഈ ആലയത്തിനകത്ത് ഇറങ്ങുന്നുണ്ട്. ഈ പകൽ ആ സാന്നിധ്യം തിരിച്ചറിയാമെങ്കിൽ ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങളായിരിക്കുന്ന റൂമിനകത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന, നിങ്ങളായിരിക്കുന്ന വേദനയ്ക്കകത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അവൻ ദൈവമാണ്. അവൻ ഞങ്ങളോട് കൂടെ നടക്കുന്നവനാണ്. അവൻ ഞങ്ങൾ വഴി നടത്തുന്നവനാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഏത് ജയിലറക്കകത്തും ഇറങ്ങാൻ കഴിയുന്ന, ഏത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇറങ്ങാൻ കഴിയുന്ന, ഏത് വേദനയ്ക്കകത്തും ഇറങ്ങാൻ കഴിയുന്ന, ഏത് ഞാടി ഞരമ്പുകളെയോ അവൻ ഇന്ന് പകലും ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ പകലിനകത്ത് വ്യാപരിക്കുകയാണ്. കരമടിച്ചു ദൈവ സാന്നിധ്യം സ്വീകരിക്കുക. ഇന്നു പകൽ ഒരു പ്രവാചകൻ നിന്റെ തലയിൽ കൈവയ്ക്കുന്നുണ്ട്. ഇന്നു പകൽ സാക്ഷാൽ പരിശുദ്ധാത്മാവ് നിന്റെ തലയിൽ കരം വയ്ക്കുന്ന കത്തുന്നു അണഞ്ഞുപോയ തീകൾ, അണഞ്ഞുപോയ ദീപങ്ങള് ആത്മാവീ പകൽ കത്തിക്കുകയാണ്. ഭവനത്തിനകത്ത് അടഞ്ഞുപോയ ആത്മാവിന്റെ യാഗപീഠങ്ങൾ ഈ പകൽ പുതുക്കി പണിത് ദൈവിക തീ വെളിപ്പെടമോ? ഓ ശരബാല ധൂരബടഗട ശംധര വൈഡബരഗബാരി ബര വൈഡബരഗബ അർത്ഥമാന ധൂരാധാര ധാര ഹൽകമാന ഓ ശരബാല ഘടക ചൂര ഘക്ഷ അർത്ഥമാന ധൂരധാര ഘടകധാര ശാരധാര ധാര 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 ഷോ റിമാനാദ വൈഡമാന റീബല വൈഡബരഗ ബേരി ദലഗടക തുരവാരി ബര വൈഡബരഗ ബാരി ബലഗടക അർത്ഥന വൈഡബരഗ ബേരി ബലഗടക ചുരവാരി ബര വൈഡബരഗ ബാരി ബലഗടക. ഇന്ന് പകൽ ആത്മാവിൽ സ്വീകരിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരുവന്റെ ചരിത്രത്തെ മാറ്റും. ഇന്ന് പകൽ ആളത്വമായി നിന്റെ കൂടെ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അങ്ങനെയാണ് വചനം പറയുന്നത്. ഓ എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഈ പകൽ ആത്മാവുള്ളവരായി ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനോ ഈ പകലൊന്ന് എഴുന്നേൽക്ക്. ഈ പകൽ നിനക്ക് ചിന്തിച്ചിട്ട് ചെയ്യാൻ കഴിയാവത്, നീ എത്രയോ വാതിലുകൾ മുട്ടിയിട്ട് നിനക്ക് പേടിയെടുക്കാൻ കഴിയാത്തത് ഈ പകൽ നിന്റെ കൂടെ നടക്കുന്ന, നിന്റെ കൂടെ ഇരിക്കാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി മുന്നമേ ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന താമ്രവാതിലുകളെ ഇടിച്ചു നിരത്താൻ കഴിയുന്ന ഇരുമ്പോതാമ്പലുകളെയോ ഇന്ന് പകൽ അവന്റെ പ്രത്യേകത അവൻ ജയിലുകളെ പൊളിക്കുന്നവനാണ്. അവൻ അടിസ്ഥാനങ്ങളെ കുലുക്കോ. ഓ ഇന്ന് പകൽ ആരുടെയൊക്കെ ആ ശക്തിയുടെ വ്യാപാരം, ആ ശക്തിയുടെ അളവറ്റ വലിപ്പ് ഈ പകൽ Shigamana, Akamera, Rimanada, Sharadere, Artologo, Rimanade, Shiradere, Rigamana, Ridelege, Rimanada, Rimanade. ഈ പകൽ ആത്മാവിൽ പിടിക്ക. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ
നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ കൂടാരത്തിനകത്തിറങ്ങ്. നിനക്ക് വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഭാവിക്കകത്തിറങ്ങ്. നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പട്ടണങ്ങൾക്കകത്തിറങ്ങ്, രാജ്യങ്ങൾക്കകത്തിറങ്ങ്. പ്രാപിക്ക്, പ്രാപിക്ക്, പ്രാപിക്ക്. He is here. അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്. ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടെ ഈ പ്രസംഗം കേൾക്കാനിരിക്കുന്നത് എൻ്റെ കാമ പ്രാർത്ഥനാ മുറിയിൽ ദൈവം സംസാരിച്ചത്. ആത്മനിറവുള്ളവർ ഇതിനകത്ത് എഴുന്നേറ്റ് വരുന്നു, ആത്മനിറവുള്ളവർ എഴുന്നേറ്റ് വരുന്നു. നിന്റെ രോഗം മാറണോ? വൈദ്യരെ കാണുണ്ടോ? നിന്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവിനോട് പറ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ സൗഖ്യം. Shabaradhari kamana Arthavala dhara 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 dhara. Oh Shara Ikamana Shara dhara Vaidabala Arthabere Shara dhara Vaidevere Arthamana. പ്രാപിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ പ്രാപിച്ചോ. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം തിരിക്കുന്ന നിയോഗങ്ങൾ വെളിപ്പെടുക. ഈ പകൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവ അവന്റെ നിറവിൽ ജീവിക്കുക. ഒരുവൻ എഴുന്നേറ്റ് കഴിഞ്ഞ അവന്റെ പട്ടണങ്ങൾ അത്ഭുതത്തോടെ കാണുക, അവന്റെ രാജ്യങ്ങൾ അത്ഭുതത്തോടെ കാണുക, അവന്റെ കോണ്ടിനെന്റുകൾ അത്ഭുതത്തോടെ കാണുമെങ്കിൽ ഈ പകൽ അഭിഷേകമുള്ളവരെ Shabarada Sharololke. പ്രിയരെ, ഇന്ന് പകൽ അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഇന്ന് പകൽ നിന്റെ വ്യക്തിപരമായ ജീവിതമാ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവുമായി ബന്ധത്തിലടിക്കേണ്ടത്. പാസ്റ്റർ വിരാജിച്ചത് കൊണ്ട് നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് വരില്ല കുഞ്ഞെ. ഒരു പ്രവാചകൻ കൈവച്ചത് കൊണ്ട് നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് വരില്ല. നീ ഇന്ന് പകൽ കരയ, കർത്താവേ അധികമായി നീ എൻ്റെ കൂടെ ഒന്ന് വരണേ. ഇമ്മലകൾ വമ്മ പോലെയല്ലപ്പോ, അധികമായി നീ എൻ്റെ കൂടെ ഒന്ന് വരണേ. ഞാൻ നടക്കുന്നതിന് മുമ്പ് എൻ്റെ മുൻപിലൂടെ നടക്കാ. എനിക്ക് വേണ്ടി വഴികളെ തുറന്നു വരാ, എനിക്ക് വേണ്ടി നല്ല പാവകളെ നിരപ്പാക്കൂ. ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്ക. ഈ പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിന്നിൽ വെളിപ്പെടും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അടുത്തിരിക്കുന്ന വ്യക്തി എങ്ങനെയാണോ നിന്റെ കൂടെ ഇരിക്കുന്നത്, അതുപോലെ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കും. ഒരുപക്ഷെ നീ നിന്റെ വീട്ടിനകത്തൊറ്റയ്ക്കായിരിക്കാം. ഒരുപക്ഷെ നിനക്ക് വേണ്ടി കരുതാൻ ആരും കാണില്ല, നിന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ആരും കാണില്ല, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ ഉലകത്തിൽ ആരും കാണില്ല. ഇന്ന് പകൽ ആരും വേണ്ട പ്രിയരെ, പരിശുദ്ധാത്മാവ് മതി, പരിശുദ്ധാത്മാവ് മതി. പരിശുദ്ധാത്മാവ് വന്നവരുടെ ചരിത്രം അവർണ്ണനീയമായി മാറിയെങ്കിൽ ഈ പകൽ പറ, ഐ നീഡ് യു ലോർഡ്. ഇന്ന് പകൽ ഞാനൊരു സന്തോഷം പറയട്ടെ. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. അവനൊരു വ്യക്തിയാണ്, അവനൊരു വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ചോദിക്കും, അവൻ വ്യക്തിയാണോ പാസ്റ്റർ? അതേ, വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിന് നിന്നെപ്പോലെ നിന്റെ കൂടെ നടക്കാൻ കഴിയും, നിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയും. ഇതിനകത്ത് ചില കണ്ണുകൾ ഇതിനകത്ത് നിറയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന് നീ കരയുമ്പോൾ നിന്റെ കൂടെ ഇരുന്ന് കരയാൻ കഴിയും. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ?
നിന്റെ കണ്ണുനീരാരും കണ്ടില്ലേലും അവൻ നിന്റെ കൂടെ കരയും, അവൻ നിന്റെ കൂടെ ആശ്വസിപ്പിക്കും. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ പരിശുദ്ധാത്മാവ് കരയുമോ? കരയുമോ? പരിശുദ്ധാത്മാവ് കരയും പ്രിയരെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് ഞെരങ്ങുകയാണ്. ഹലോ, why it happened? അതിനകത്ത് അവനൊരു വ്യക്തിയായതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ വേദനയ്ക്കകത്തും നിന്റെ കണ്ണുനീരിനകത്തും നിന്റെ കൂടെ ഞരങ്ങാൻ, നിന്റെ കൂടെ സങ്കടപ്പെടാൻ, നിന്റെ കൂടെ നടക്കാൻ ഒരു വ്യക്തിയെ നിനക്ക് ആവശ്യമുണ്ടോ? ഈ പകൽ വിളിച്ചോ, അവൻ ഇതിനകത്തുണ്ട്, അവൻ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. ആ ശക്തി നിന്നിൽ വെളിപ്പെട്ടാൽ, ആ ശക്തി നിന്നിൽ വെളിപ്പെട്ടാൽ നിന്നെ ഒരു അവർണ്ണനീയനാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ പകലെ അപ്പോസ്തല പ്രവൃത്തി 1:18 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. 2-ാം അധ്യായം 1-ാമത്തെ വാക്കിൽ കൊടിയ കാറ്റുപോലെ മാളിക മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുമെന്ന് പറഞ്ഞവൻ വരേണ്ട സമയത്ത് വന്നു. എങ്കിൽ ഇന്ന് പകലും അവൻ ഈ ഭൂമി വിട്ടു പോയിട്ടില്ല, അവൻ ഈ ദേശം വിട്ടു പോയിട്ടില്ല, അവൻ ഈ ആലയം വിട്ടു പോയിട്ടില്ല. അവൻ ഇവിടെയുണ്ട് കേട്ടോ, അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട് കേട്ടോ. Are you feeling the presence of God here right now in the name of Jesus? ഇന്ന് പകൽ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അവൻ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ഷാബാരാദലഗഡഗദരാരഗൽ ഖമാന ദുരഗഡഗദരാരഗൽ ഖബാരദരഗഡഗ ഷാബാരാദലഗഡഗദരാരഗൽ ഖബാരദരഗഡഗ ഷാരാദലഗഡഗദരാരഗൽ ഖബ. ആമേൻ. വചനം വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ കൂടെയുള്ളവനാണ്. നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ എന്തിനാ പരിശുദ്ധാത്മാവിന് ഇത്രയും പ്രാധാന്യം? പാപം ചെയ്യാതെ ജീവിക്കണോ? വിശുദ്ധി നിൽക്കണോ? ഈ ദൈവകൃപയിൽ നിൽക്കണോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. ഹലോ, വീട് വയ്ക്കാൻ വേണ്ട പ്രിയരെ, കാറ് മേടിക്കാൻ വേണ്ട, സ്വർഗത്തിൽ പോകണമെങ്കിൽ വേണം. നിങ്ങളുടെ സ്തോത്രം കുറഞ്ഞു. സ്വർഗത്തിൽ പോകണമെങ്കിൽ വേണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിന്നിൽ വെളിപ്പെട്ടാൽ നിന്നിൽ വെളിപ്പെടുന്ന കാര്യം അവർണ്ണനീയമായി മാറും. ഓ ശാബാരാധനഘടക. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എപ്പോഴൊക്കെ എന്നറിയാമോ നമ്മിൽ നഷ്ടപ്പെടുന്നത്? പരിശുദ്ധാത്മാവ് വ്യക്തി എന്ന് ഞാൻ പറഞ്ഞു, ആഴത്തിലേക്ക് കിടക്കുക. ഈ നിറവ് നമ്മിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഈ നിറവ് നഷ്ടപ്പെടുത്താം? നമ്മിൽ നിന്ന് പിന്മാറ്റത്തിൻ്റെ വിത്തുകൾ നമ്മിൽ മുളച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ നഷ്ടപ്പെടും. നിങ്ങൾ സ്തോത്രം കുറഞ്ഞു. നീ പിന്മാറി തുടങ്ങുമ്പോൾ, നിന്റെ കൂടാരത്തിനകത്ത് പ്രാർത്ഥന കുറയുമ്പോൾ, നിന്റെ കൂടാരത്തിനകത്ത് ആരാധന കുറയുമ്പോൾ, ദൈവത്തിൻ്റെ ആരാധന ഒരു ചടങ്ങായി മാറുമ്പോൾ നിന്നിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടമായി തുടങ്ങും. ഹല്ലേലൂയ. 2, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് നിൽക്കില്ല. കാതലായ ഒരു സബ്ജക്റ്റാണ്. ഇന്ന് പകൽ നിറവ് പ്രാപിച്ച കൂടാരങ്ങൾ, എത്രയോ നാളുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ നിറവ് പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിച്ച ദൈവകൃപയിൽ നിന്ന് എത്രയോ കൂടാരങ്ങൾ ഇന്നൊന്നുമില്ലാതെ ചിതലമായി പോയി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എത്രയോ തലമുറകൾ പിന്മാറിപ്പോയി. എത്രയോ കുടുംബങ്ങൾക്കകത്ത് വിശ്വാസമില്ലാതെയായി പോയി. ജാതികളെക്കാൾ മതപ്പതിച്ച് വിശ്വാസത്തിൽ നിന്ന് വീണുപോയി. എന്തുകൊണ്ട്? അവിടെ കൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞു. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ,
റേഷനരി വാങ്ങിച്ച് കഞ്ഞി കുടിക്കാനേ നിവർത്തിയുള്ളൂ എങ്കിലോ കീറിക്കിടക്കുന്ന വീട്ടിനകത്ത് കിടമുറങ്ങേണ്ട ഗതികേട് നിനക്ക് വന്നാല് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോ നിന്റെ മാവ് കൊണ്ട് നീ ചെയ്യരുത്, നിന്റെ കണ്ണുകൊണ്ട് നീ ചെയ്യരുത്, നിന്റെ പ്രവർത്തി കൊണ്ട് നീ ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ എന്നാ ഭാഷ കുഴപ്പം? പിതാവിനോട് തെറ്റ് ചെയ്താൽ ദൈവം ക്ഷമിക്കും, പുത്രനോട് ചെയ്താൽ ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യുന്നവനോട് ഈ ലോകത്തു മാത്രമല്ല വരുവാനുള്ള ലോകത്തും ക്ഷമയില്ല. ഏറ്റവും വലിയ പാപമെന്തെന്ന് ചോദിച്ചാൽ ഭൂമിയിലെ സകല പാപങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. പക്ഷെ പരിഹരിക്കപ്പെടാത്തൊരു പാപമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു കാൽവറി ചൊരിയപ്പെട്ട രക്തത്തിൽ കഴുകപ്പെടാത്ത അവൻ ഒരു പാപവുമില്ല. സകല പാപങ്ങളും അവൻ്റെ കാൽവറിയുടെ രക്തത്താ പാപമോചനം ലഭിക്കും. പക്ഷേ അവൻ ഇന്ന് പകൽക്കാലം പരിഹരിക്കപ്പെടാത്ത ഒരു പാപമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണമാണെങ്കിൽ, ഇന്ന് പകൽ നിന്റെ കൂടാരത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവന്ന് ഉണ്ടാകരുത് പ്രിയരെ. ഉണ്ടായ കൂടാരങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, അവിടെ തലമുറകൾ നശിച്ചു പോയിട്ടുണ്ട്. ഈ തലമുറയിൽ ദൈവകൃപ വിട്ട് ഓടാതെ ദൈവിക മുൻപാകെ സറണ്ടർ ചെയ്യും ഒരു പകലായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ദൈവിക നന്മകൾ അനുഭവിച്ചവർ, കൃപാവരങ്ങൾ ആസ്വദിച്ചവർ, ദൈവത്തിൻ്റെ വരങ്ങളെ പ്രാപിച്ചവർ, ദൈവിക സാന്നിധ്യം അനുഭവിച്ചവർ, ഇന്ന് അവരെല്ലാം തകർന്നവരായി, എല്ലാം ഇല്ലാതെയായവരായി ഒരു തലമുറ മുഴുവനും ലോകത്തിൻ്റെ മുൻപിൽ ഒരു കാഴ്ച വസ്തുവായി നിൽക്കുമ്പോൾ, ആത്മമറവിൽ ഞാൻ പറയട്ടെ, സ്നേഹത്തോടെ പറയട്ടെ, 2024 വീഴാതെ നിൽപ്പാ അവൻ്റെ കൃപ അധികമായി ചോദിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിനക്ക് താളത്തിനനുസരിച്ച് തുള്ളുന്ന വ്യക്തിയല്ല, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന വ്യക്തിയല്ല. നിങ്ങൾ പിണങ്ങിയാലുമില്ലേല, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുപോയാൽ നിന്റെ കുടുംബം വരണ്ടതായി മാറും. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ കൂടാരം വിട്ടുപോയാൽ ആമേ നിന്റെ തലമുറകൾ വരണ്ടതായി പോകും. പിണങ്ങരുത്, പിണങ്ങരുത്, പിണങ്ങരുത്. ഈ തലമുറയിൽ ദൈവദാസനോട് പറഞ്ഞ ദൈവദാസൻ ഈ വഴി കേട്ട് ഈ വഴി കളയുക. അടുത്തിരിക്കുന്ന വിശ്വാസിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസി ഈ വഴി കേട്ട് ഈ വഴി അങ്ങ് കളയും. പക്ഷെ പരിശുദ്ധാത്മാവിനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. പരിശുദ്ധാത്മാവിനോട് കളിച്ചവരൊന്ന് വേറെ മടങ്ങിട്ടില്ല. ഈ പകൽ ആത്മമറവിൽ ഞാൻ വിളിച്ചു പറയുക, മടങ്ങി വരേണ്ടവർ മടങ്ങി വാ. ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരു പൊതിയായിട്ട് പാസ്റ്ററെ കാണാൻ പോയി, ഉപദേശിയെ കാണാൻ പോയി. പത്രോസ് ആ പൊതി കയ്യിൽ വാങ്ങിച്ചിട്ട് ചോദിച്ചു, ഇത്രേ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ, നിങ്ങളെ മുഖമൊക്കെ മാറിയല്ലോ. ഹലോ, ഈ മുഖം മാറണം. ഹല്ലേലൂയ. നിങ്ങൾ മുഖം മാറിയാലേ നിങ്ങൾ രക്ഷപ്പെടൂ. ഹല്ലേലൂയ. ആമേ, ആമേ. ഈ കരത്തിലിരിക്കുന്ന വാങ്ങിച്ചിട്ട് ചോദിച്ചു, ഇത്രേ ഉള്ളുവാ? ഹലോ, ഇത്രേ ഉള്ളുവാ? അനന്യാസ് നിന്ന് തപ്പുക. സഫീറ ചാടിക്കേറിയിട്ട് പറഞ്ഞു, പാസ്റ്ററേ, വിറ്റത് ഇത്രേ? ഹലോ, വിറ്റത് ഇത്രേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം പത്രോസ് പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്കെതിരെ വ്യാജം സംസാരിക്കുന്നത് എന്നല്ല, പരിശുദ്ധാത്മാവിനെ ഹലോ, നേരെ നീ വ്യാജം സംസാരിക്കുന്നത് ഇന്ന് പകൽ നിന്റെ ജീവിതം വിശുദ്ധമായിരിക്കണം. നിങ്ങൾ സ്തോത്രം കുറഞ്ഞല്ലോ. 2024 തുഴഞ്ഞിട്ടും ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ. ആഴക്കടലിൽ മുങ്ങിയല്ലേ നടക്കുന്നേ. ഇന്ന് പകൽ ദൈവസന്നിധി നീ വിശുദ്ധമാകണം.
എല്ലാവർക്കും കൊള്ളുന്നെന്നറിയാം. ഇന്ന് പകൽ നിങ്ങൾ കൊണ്ടാ നിങ്ങൾ മാനസാന്തരപ്പെടും. ഒന്നോ രണ്ടോ ഹല്ലേലൂയ മാത്രമേ പൊങ്ങുന്നുള്ളൂ. ഈ പകൽ ഞാൻ ആത്മമറവിൽ പറയാം, ദൈവസന്നിധിയിൽ വ്യാജം കാണിക്കരുത്. ദൈവസന്നിധിയിൽ വ്യാജം കാണിക്കരുത്. ഹലോ, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ദൈവസന്നിധിയിൽ നീ വ്യാജം കാണിക്കരുത്. ദൈവസന്നിധിയിൽ നീ വ്യാജം കാണിച്ചാൽ നിന്റെ നന്മകൾ മുടക്കപ്പെടും. ഹലോ, ഒന്ന് കൈവൊക്കി ഒന്ന് കൈവൊക്കി മുഖത്തിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് വെച്ചേ. കൈ വിശുദ്ധമാണോ? കൈ വിശുദ്ധം. ചിലരൊക്കെ കൈവൊക്കിയിട്ട് ഹാലേ, ദൈവത്തെ കാണിക്കാനല്ല പറഞ്ഞ, ദൈവത്തെ കാണിച്ച ഫുള്ള് കീറിയിടും. ഹലോ, ദൈവം എല്ലാം പുറത്തെടുത്തിടും. ഒന്ന് ചോദിച്ചു നോക്കണം, 2024 ഈ കരം വിശുദ്ധമാണോ? നമുക്ക് പറയാൻ 100 എക്സ്ക്യൂസ് ഉണ്ട്, നമുക്ക് പറയാൻ 100 കാരണങ്ങളുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പലതും എടുത്തു മാറ്റാൻ 100 എക്സ്ക്യൂസുകളുണ്ട്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഈ എക്സ്ക്യൂസ് ഒന്നും ദൈവത്തിൻ്റെ അടുക്കലെത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ കറ തീർത്ത അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ നമ്മുടെ എക്സ്ക്യൂസ് ഒന്നുമല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. അനന്യാസ് കാണിച്ചു പ്രിയരെ, സഫീറ കാണിച്ചു പ്രിയരെ. അവർ ക്ഷണത്തിൽ തകർന്നു പോയി. കാരണമെന്നറിയാമോ? നടത്തുന്ന പരിശുദ്ധാത്മാവിന് നേരെ നീ വ്യാജം സംസാരിക്കരുത്. ഇന്ന് പകൽ നിന്റെ കൂടാരത്തിനകത്ത് ഒന്നുമില്ലേലോ, നീ കണ്ണുനീരോടെ കരയുന്ന വ്യക്തിയാണേലോ, നിന്റെ ജീവിതത്തിൽ ഉള്ളതിനകത്ത് നീ വിശ്വസ്തനാകണം. ഹലോ, അത് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നീ ദൈവത്തിൻ്റെ കാര്യത്തിൽ മുഴുവനും വിശ്വസ്തനാകണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? വചനം ധ്യാനിക്കേണ്ട സമയത്ത് വചനം ധ്യാനിക്കണം. എൻ്റെ പ്രസംഗ ഭാഷയെ പറയാം. ഹലോ, ബൈബിൾ വായിക്കാത്ത ഒറ്റയെണ്ണത്തിന് ആഹാരം പോലും കൊടുക്കരുത്. ഹലോ, സ്കൂൾ വിട്ട് വരുമ്പോൾ ബാഗ് എടുത്ത് വെച്ചിട്ട് വാടാ കഴിക്കാൻ തരാടാന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. വചനം എടുത്തു കൊടുക്കണം, വായിക്കാൻ പറയണം, പഠിക്കാൻ ബുദ്ധി തന്ന ദൈവത്തെ സ്തുതിക്കാൻ പറയണം, എന്നിട്ടേ ആഹാരം കൊടുക്കാവൂ. അങ്ങനെ നിന്റെ തലമുറയെ വളർത്തിയാൽ അവർ നിന്റെ നോക്കി പറയുക, എൻ്റെ അപ്പൻ നീതിമാനായിരുന്നു, എൻ്റെ അമ്മ നീതിമാനായിരുന്നു. ഹലോ, ഇതെങ്ങനെയും നടന്നു കൊടതെറ്റി നടന്നിട്ട് അവസാനം വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, അവസാനം വന്നിരുന്ന് മുട്ടിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം ചെയ്യരുത്, പരിശുദ്ധാത്മാവിനെ വിരമിൽക്കരുത്. ഈ തലമുറയിൽ നിന്റെ കൂടാരം പരിശുദ്ധാത്മാവിന്റെ വായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, 2024 കൃത്യമായി ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്ത എത്ര കരങ്ങളുണ്ട്? ഒറ്റ സ്തോത്രം വന്നില്ലല്ലോ. ഹലോ, നവംബർ മാസം അവസാനത്തെ ഞായറായി കഴിഞ്ഞ 11 മാസം ദൈവം നടത്തിയില്ലേ? ദൈവം വിശ്വസ്തയോടെ നിന്നില്ലേ? ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ കൊടുത്ത എത്ര പേരുണ്ട്? ഇന്ന് പകൽ സബിംബാസ് വേണ്ട, ഞാൻ ഒന്നും എടുക്കാറുമില്ല. ആ ധൈര്യത്തിൽ നിന്നുകൊണ്ട് അവർ സഹിക്കുന്നേ. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തിട്ടേ ഞാൻ നിൽക്കാറുള്ളൂ. രാത്രി ഞാൻ ചലഞ്ച് ചെയ്യുക, പരിശുദ്ധാത്മാവിനെ ദുഷ്കിപ്പിക്കരുത്. എത്ര കുടുംബത്തിനകത്ത് പട്ടിണി മാറുന്നില്ലെന്നറിയാമോ? കാരണം എന്തെന്നറിയാമോ? അവർക്കൊള്ളപ്പോൾ ദൈവരാജ്യത്തിന് വിതയ്ക്കുന്നില്ല. എത്ര കുടുംബത്തിനകത്ത് രോഗം മാറുന്നില്ലെന്നറിയാമോ? അവർക്കൊള്ളപ്പോൾ ദൈവരാജ്യത്തിന് വിതയ്ക്കുന്നില്ല. നിങ്ങൾ സ്തോത്രം പറയുന്നുണ്ടോ? ഹലോ, ഇവിടെ 9:30 ആരാധന തുടങ്ങും, 10-നും 12-നും വന്ന് കയറുന്നവരുണ്ട്. Why it happened? എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിന് വില കൊടുക്കുമില്ല. ഒരാശുപത്രിയിലായിരുന്നെങ്കിൽ വിളിച്ചോണ്ട് ഓടിയണല്ലോ. ഇതെല്ലാം പരിശുദ്ധാത്മാവിന് നേരെ ചെയ്യുന്നതല്ലേ? പരിശുദ്ധാത്മാവിന് നേരെ ചെയ്യുന്നതല്ലേ? ഞാനിത് പറയാനുള്ള കാരണം നിങ്ങളെ മുറിക്കാനല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വരണം. 100 കണക്കിന് തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുന്നു, 100 കണക്കിന് കോളുകളാ വന്നുകൊണ്ടിരിക്കുന്നേ. ഇന്ന് പകൽ ലൈവിലൂടെ കാണുന്നവർ ആത്മാറവിൽ ഞാൻ പറയാ, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവണ്ണം നിൽക്കണം.
ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ചിട്ട് നിൽക്കണം. കൂടാരത്തിനകത്ത് ശൂന്യതകൾ മാറണോ? ദൈവിക നിറവ് വെളിപ്പെടണോ? ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയരുത്, പ്രവർത്തിക്കരുത്. ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഓരോ പദവും ബന്ധപ്പെടണം. ചാടിക്കേറി അടിക്കരുത്. അടിച്ചാൽ അതെല്ലാം ചുമക്കും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? അതെല്ലാം ചുമക്കും. എൻ്റെ കൂടെ നടക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയും, നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലയോ? കള്ളം പറയണ്ട, പക്ഷേ ഞാൻ ഇന്ന് കാണില്ല. ഒറ്റ വാക്ക്. ഇല്ലാത്ത കഥ പറയരുത്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? അനുഭവത്തിൽ നിന്ന് പറയുക. ഞാൻ പഠിക്കുന്ന സമയത്ത് ജൂനിയറായി എൻ്റെ കോളേജിൽ പഠിച്ചൊരു ചെറുക്കനുണ്ട്. അവന് ലീവ് വേണം, മന്ത്ലി ലീവ് വേണം. ലീവ് മേടിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് അന്നത്തെ ഡീനായിരുന്ന സാറിനോട് പോയി പറഞ്ഞു, സാറേ എൻ്റെ അപ്പൻ്റെ കിഡ്നി പോയി, അപ്പനെ പാരലൈസ് ചെയ്യാൻ ഇടുക്കിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പാവം പിടിച്ച സാർ എന്ത് ചെയ്തെന്നറിയാമോ? സങ്കടം കണ്ടിട്ട് ലീവ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു. പോയി എവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നു. തിങ്കളാഴ്ച സാറ് ചോദിച്ചു, മോനെ അപ്പൻ എങ്ങനെയുണ്ട്? എൻ്റെ ഭാഷയിൽ പറഞ്ഞ പയറ് വറുത്തതുപോലെ നടക്കുന്ന അങ്കിള്, ഒരസുഖമില്ല. ഇവൻ പറഞ്ഞ മറുപടി, അപ്പൻ കുറവുണ്ട് പാസ്റ്റേ, ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. എന്തിനാ 100 കഥ? 3-ാമത്തെ വർഷത്തിൽ അവൻ പറഞ്ഞ കഥ. 5-ാമത്തെ വർഷം അവൻ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ അപ്പൻ കിഡ്നി രോഗിയായി മാറി. 2 കിഡ്നികളും തകർന്നു. അവൻ കരഞ്ഞുകൊണ്ട് ആ ദൈവദാസൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു, പാസ്റ്റേ ഞാൻ കളിക്ക് പറഞ്ഞതാ, പക്ഷെ എൻ്റെ അപ്പൻ അത് സംഭവിച്ചു. കളി പറയുന്നതല്ല, നടന്ന കാര്യം പറയുന്നതാ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരനുഭവം കേട്ടിട്ടുണ്ട്. ഒരു വലിയൊരു ക്രൂസൈഡിനകത്ത് അനേക ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടിയനും ആ സൈഡിൽ ആ ക്രൂസൈഡിൻ്റെ അടുത്ത് വന്നിരിക്കുക. സ്വോത്ര കാഴ്ചയുടെ പാത്രം അവൻ്റെ മുൻപിൽ വന്നപ്പോൾ എല്ലാവരും കയ്യിൽ നിന്നും നന്മ എടുത്തിടുന്നത് കണ്ടപ്പോൾ ഈ കുടിയൻ തറയിൽ കൂടെ പോയി ഒരു ചൊറിയൻ തവളയെ പിടിച്ച് സ്വോത്ര കാഴ്ചയ്ക്കകത്തിട്ടു. ആ പാത്രത്തിനകത്തിട്ടു. ദൈവദാസന്മാർ കരം നീട്ടി പ്രാർത്ഥിച്ചു. അവർ നന്മ എണ്ണിയപ്പോൾ ചൊറിയൻ തവള ചാടി വന്നു. അവർക്കറിയില്ല ആരായിട്ടെന്നു. നാളുകളുടെ നീളകൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടാരത്തിനകത്ത് 4 തലമുറകൾ ജനിച്ചു. 4 പേരും തവള പോലെയായിരിക്കുന്നേ. കൈകാലുകൾ നുവരത്തില്ല. അവരുടെ ശരീരം മുഴുവനും എങ്ങനെയാണോ ചൊറിയൻ തവളയുടെ ശരീരം ഇരിക്കുന്നത്, അതുപോലെയാണ് അവരുടെ ശരീരം മുഴുവനും ഇരിക്കുന്നത്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ കളിക്ക് ചെയ്യുന്നതായിരിക്കാം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നിസ്സാരമെന്ന് പറയുന്ന ഒരു പദമായിരിക്കാം ഇന്നു പകൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാകുന്നത്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും ശപിക്കരുത്, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറണം. ഒരു തലമുറയെ നോക്കി പറയരുത് നീ ഇങ്ങനെ പോകുമെന്ന്, ഒരു കുടുംബത്തെ നോക്കി പറയരുത് ഇങ്ങനെയാണെന്ന്. അനുഗ്രഹം വേണോ? അങ്ങനെ നിന്നോണം. നീ പറയുന്നതിൻ്റെ കൂടാരത്തിനകത്ത് സംഭവിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നിനക്ക് നിൽക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ വരും. ഈ പകൽ കണ്ണുനീരോടെ ചിന്തിച്ചു നോക്കണം. കർത്താവേ, ഏതെങ്കിലും ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത്, ഏതെങ്കിലും ഒരു ദിനരാത്രത്തിനകത്ത്, ഒരു സെക്കൻഡെങ്കിലും ഞാൻ ദൈവദാസന്മാർക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, അഭിഷിക്തന്മാർക്കെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ ഒരു വാക്കെങ്കിലും ഉരിയാടിയിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽ ചോദിച്ച പരിശുദ്ധാത്മാവ് അത് നിന്നെ ഓർമ്മപ്പെടുത്തി തരും. നിനക്ക് ക്ഷമ ചോദിച്ചു മടങ്ങി വരോ. ഈ പകൽ ദൈവം ഒരു അവസരം വരും.
ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് ഇമോഷൻസ് ഉണ്ട്. പരിശുദ്ധാത്മാവ് കരയും, ദുഃഖിക്കും. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ അടുത്ത പദം പറയട്ടെ. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വന്നാൽ അവൻ്റെ ജീവിതം അവർണ്ണനീയമായി മാറും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വെളിപ്പെട്ടാൽ അവൻ്റെ ജീവിതം അവർണ്ണനീയമായി മാറും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ നേടാം? ഈ പരിശുദ്ധാത്മാവിൽ നിന്ന് എന്നിൽ നിന്നും നഷ്ടപ്പെടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? പ്രിയരെ, 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒറ്റ പദത്തിൽ പറയാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും നീ ചെയ്യരുത്. 2, ദൈവത്തിന് കൊടുക്കേണ്ട സമയം നീ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടതെല്ലാം നീ ദൈവത്തിന് കൊടുക്കണം. ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് അകന്നു പോകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിൽ ജീവിക്കണം എങ്കിൽ നിന്നിൽ നിറവ് വെളിപ്പെടും. രണ്ടാമത്തൊരു കാര്യം ഞാൻ പറയാം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിലൊന്ന് വരണമേ, അധികമായി എന്നിൽ നിന്ന് ഒന്ന് വരണമേ. പരിശുദ്ധാത്മാവിനാൽ കാത്തിരിക്കുന്നൊരു സ്വഭാവം നിൻ്റെ മേലുണ്ടാകണം. 2024 വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഏതോ താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് വേണ്ടി അധികമായി കാത്തിരിക്കുന്നവരുണ്ടോ? ഈ പകൽ ഒരു വ്യക്തിയാണെങ്കിലും ഇന്ന് പകൽ നിന്നെ നിറയ്ക്കാതെ അവൻ ഈ പകൽ ഇവിടെ വിട്ടു പോകത്തില്ല. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കുക. ഈ പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആഗ്രഹിക്കുന്നവരുടെ മേൽ വെളിപ്പെട്ടു വരുന്ന അസാധാരണമായ ദൈവിക ചലനങ്ങൾ വെളിപ്പെട്ടു വരുന്നൊരു മല്ലപകലായി മാറട്ടെ. ഓ ശാബാരാധുര വൈഡവരകബേരീതലഘടകത്തുരവ ഓ ശാബാരാമ. കരമടിക്കുമെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. ഈ പകൽ ദൈവത്തിന് ചിലരെ ഇതിനകത്തുനിന്ന് വേണം. ആത്മനിറവുള്ള ചിലരെ ദൈവത്തിന് ഈ പകൽ ഇതിനകത്തുനിന്ന് വേണം. ആത്മനിറവുള്ള ചിലവിനെ ഈ പകൽ ദൈവത്തിന് വേണം. അസാധാരണമായ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കരങ്ങൾ ഇതിനകത്ത് ദൈവം തിരയുകയാണ്. വിശ്വാസത്തോടെ ദൈവത്തെ കരമടിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിക്ക്. ഈ പകൽ നിന്റെ കൂടാരത്തിനകത്ത് ആത്മാവിന്റെ നിറവ് വെളിപ്പെടട്ടെ. ചിലവിനെ ആത്മാവ് നിറയ്ക്കുകയാണ് കേട്ടോ. പുതിയ പുതപ്പുകൾ, പുതിയ കൃപാവരത്തിൻ്റെ പുതപ്പുകൾ ചിലരുടെ മേൽ വീഴുകയാണ്. ചില മാവുകളെ ദൈവാത്മാവ് വിശുദ്ധീകരിക്കുക. എത്ര ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ട് വിശുദ്ധ ജീവിതം കഴിക്കാൻ കഴിയാത്ത നിന്റെ കൈകാലുകളെ, നിന്റെ മാവിനെ, നിന്റെ കണ്ണിന് എൻ്റെ ദൈവം ഈ പകൽ വിശുദ്ധീകരിക്കുക. എൻ്റെ ദൈവം ഈ പകൽ വിശുദ്ധീകരിക്കുക. ശാബാരാധുര വൈഡവരകബാരി ബല വൈഡവ ശാരാധാരാധാര ഓ ശാബാര. വേഗത്തിൽ വെളിപ്പെടുന്ന ദൈവ പ്രവർത്തികൾ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരുടെ കൂടാരത്തിനകത്ത് ഈ പകൽ അധികമായി വെളിപ്പെടട്ടെ. ശാബാരാധ. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മിൽ വെളിപ്പെട്ടാൽ ഒന്നാമത് സംഭവിക്കുന്നത്
നിന്നിലുള്ള പാപത്തെ നിനക്ക് ദൈവം ബോധ്യം വരുത്തും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ. ഒരിക്കൽ യെശയ്യാവ് എഴുന്നേറ്റൊന്ന് പ്രവചിക്കുക. അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, ദൈവമാരെന്നറിയാത്തവർ. ഹലോ. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ കുറ്റം മുഴുവനും പ്രവചിക്കുക. കാട്ടുകാരുടെ കുറ്റം മുഴുവനും പ്രവചിച്ചു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവനിൽ വെളിപ്പെടുകയാണ്. ഹലോ. സ്വർഗത്തിൽ ദൈവിക സിംഹാസനം വെളിപ്പെടുന്നു. ആ സിംഹാസനത്തിൽ തേജോമയനായ കർത്താവ് ഇരിക്കുന്നു. സാറാഫുകൾ 2 കണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു, 2 കണ്ട് മുഖം മൂടി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർപ്പിട്ട് ദൈവ സാന്നിധ്യത്താൽ അവൻ്റെ റൂമും അവൻ നിറഞ്ഞപ്പോ യെശയ്യാവ് അതുവരെ നാട്ടുകാരുടെ കുറ്റം പറഞ്ഞവർ സമയം പറയാൻ തുടങ്ങി. അയ്യോ, ഞാൻ അകൃത്യമുള്ളൊരു മനുഷ്യനാണ്, പാപം ചെയ്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടവനാണ്. ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ എന്ന് ഒരേ ഒരു കാരണത്തിൽ തിരിച്ചറിയ. നാട്ടുകാരുടെ കുറ്റം പറയുമ്പോൾ നീ നിർത്തു. എന്നിട്ട് നിന്റെ കുറ്റം ഈ ദൈവ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഇമ്മകൾ മടങ്ങി വരാ. നമുക്ക് നാട്ടുകാരുടെ കാര്യം പറയാൻ 100 നാവാ, നാട്ടുകാരോട് പ്രവചിക്കാൻ 100 നാവാ. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യെശയ്യാവിനോട് പ്രവചിക്കുക. ഇന്ന് പകൽ അങ്ങനെ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. എന്തിനെന്നറിയാമോ? 2024 കഴിഞ്ഞ് 25 കയറുമ്പോൾ ജയകരമായ ജീവിതം നയിക്കാൻ. ഹലോ. ജയകരമായ ജീവിതം നയിക്കാൻ. പ്രിയരെ, ഈ ആത്മമറവൊക്കെ നിസ്സാരമെന്ന് കരുതരുത്. ഒരുവന്റെ ജീവിതത്തിനകത്ത് ആത്മമറവിന്റെ ആഴം വെളിപ്പെട്ട് കഴിഞ്ഞോ അവന്റെ ജീവിതത്തിനകത്ത് ചരിത്രങ്ങൾ ഇങ്ങനെ വഴിമാറും. അത് നിലനിൽക്കണമെങ്കിലാ ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കണം, എങ്കിലേ ആത്മമറവുണ്ടാവൂ. ഇല്ലെങ്കിൽ വേറെ വലിയ നിറവുകളായിരിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹലോ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ കുറേ നിറവുകൾ? അതൊക്കെ വേറെ പല നിറവുകളുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ചലഞ്ച് ചെയ്യുക. വ്യവസ്ഥയിൽ നിന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും. എന്നാ ഭാഷ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായാലുള്ള പ്രത്യേകത? പഴയ നിയമത്തിനകത്തെ പരിശുദ്ധാത്മാവ് സ്ഥിരമായി ഒരുവനിൽ വന്നിട്ടില്ല, വന്നും പോയി നിന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുന്നവനായിരുന്നു പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരുവൻ ആമേ രാജകൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് പറയുക, രാജാവേ, ഞാൻ ഇനി പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞോ മഴയോ പെയ്യത്തില്ല. ഒറ്റ പ്രവചനം പ്രവചിച്ചപ്പോ പരിശുദ്ധാത്മാവ് ആകാശത്തെ അടച്ച് അവന്റെ കരത്തിൽ താക്കോൽ കൂട്ടത്തെ കൊണ്ടുകൊടുത്തെങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്ന നിന്റെ മാവ് കൊണ്ട് പറഞ്ഞ രോഗികൾ സൗഖ്യമാകും, നിന്റെ മാവ് കൊണ്ട് പറഞ്ഞ ഭൂതങ്ങൾ പുറത്തു പോകും, നിന്റെ മാവ് കൊണ്ട് പറഞ്ഞ ആമേൻ ഇന്നു പകൽ അടഞ്ഞുപോയ വാതിലുകൾ ഈ പകൽ തുറന്നു വരും. നിന്റെ മാവ് കൊണ്ട് പറഞ്ഞോ നിന്റെ തലമുറയ്ക്കു ഭാവികൾ വെളിപ്പെടാം. ഓ ശാബാരാധുല ഘടകധുരബ. ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിക്കുക. അസാധാരണമായ ഒരു ആത്മമറവിലേക്ക് ദൈവസഭയെ ദൈവാത്മാവ് കരം പിടിച്ചു നടത്തുക. ഈ പകൽ പ്രവചിക്ക്. പറയാൻ കഴിയുമെങ്കിൽ ആത്മമറവിലൊന്ന് പറ. ഓ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒരുവൻ പറഞ്ഞപ്പോൾ ആകാശത്തെ അടച്ചു. മറ്റൊരുവൻ താഴ്വരയിൽ നിന്ന് പറയുക, സൂര്യ ചന്ദ്ര, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഹലോ നിനക്ക് അസ്തമനം ഇല്ല. സൂര്യാമികതയോളിലും ചന്ദ്ര നീ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞപ്പോ സൂര്യനും ചന്ദ്രനും ചലിച്ചില്ലെന്ന് ആത്മാവ് വന്നും പോയി നിന്ന് ദാസൻ പറഞ്ഞപ്പോൾ
സൂര്യനും ചന്ദ്രനും നിലച്ചുവെങ്കിൽ ഈ പകൽ അഭിഷേകമുള്ള ദൈവാത്മാവ് കൂടെ മടക്കുന്ന പരിശുദ്ധാത്മാവിനെ മടത്തപ്പെടുന്ന നീ പറഞ്ഞ ഇന്ന് പകൽ ഏത് വാതിലാ തുറക്കാത്ത, ഏത് രോഗിയാ സൗഖ്യമാകാതെ, ഏത് നിന്റെ കൂടാരത്തിലുള്ള അവസ്ഥയാ മാറാത്ത, നിന്റെ തലമുറയുടെ ഏത് ഭാവിയാ വെളിപ്പെട്ടു വരാത്ത, ഏത് ബന്ധനമാ പൊട്ടി മാറാത്തത് ഈ പകൽ ആത്മമറവിൽ ഈ പകലൊന്ന് കൽപ്പിക്കാം. ഓ ഇന്ന് പകൽ സൂര്യാമികതയോല്ലോ ചന്ദ്രാമിയാരോ താഴ്വരയിൽ നിൽക്ക എന്ന് ഭക്തനായവൻ പറഞ്ഞപ്പോ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഈ പകൽ അഭിഷേകത്തിന്റെ നിറവിൽ, ആത്മനിറവിൽ, ഈ പകൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ആത്മാവിൽ ചിലവിനെ കൽപ്പിക്കുകയാണ്. ഈ അന്ധകാര മണ്ഡലങ്ങളുടെ ആത്മാവിൽ ദൈവസഭ ഈ പകൽ ജയമെടുക്കുകയാണ്. ഓ പുതിയ നിറവുകൾ സംഭവിക്കട്ടെ ഈ പകൽ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്, ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക്, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടിപ്പുകൾ വെളിപ്പെടട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരുന്ന, പിന്മാറ്റക്കാരെ ദൈവം തൊടുന്ന, ആമേ ദൈവം മടക്കിക്കൊണ്ടുവരുന്ന ഒരു പകലായി പകൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക. ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് ശാപം വഴിമാറുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ശാപങ്ങൾ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് വഴിമാറുന്നു, വഴിമാറുന്നു, വഴിമാറുന്നു. ഓ ക്ഷീരാബാല വൈഡപരഗതേ ക്ഷീരംധാര ഐഡാരാധ ശീഖമാന അർത്ഥമാന റീമാനാഥ. ഇതിനകത്തൊറ്റ വ്യക്തികൾ പോലും കരമടിച്ച് ആരാപിക്കാതിരിക്കരുത്. വലിയൊരു ആത്മപകർച്ച ഇതിനകത്ത് വെളിപ്പെടാൻ പോകുക. ഈ പകൽക്കാലം ആത്മാവിൽ സ്തുതിച്ചു തുടങ്ങുക. നിന്റെ മാവിന്റെ കെട്ടുപൊട്ടുന്നു, പുതുഭാഷകൾ നിന്റെ മാവിലൂടെ പുറത്തു വരുന്നു. അധികാരമുള്ള അപരങ്ങൾ ഈ ആത്മാവ് അധികാരത്തോടെ എഴുന്നേൽപ്പിക്കുക. മാളിക മുറിക്കകത്ത് വെളിപ്പെട്ട അതേ ദൈവ സാന്നിധ്യം ഈ പകൽ ചിലരിന്റെ മേൽ ഈ പകൽ വെളിപ്പെടുകയാണ്. നീ പറഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും കുഞ്ഞ്, നീ പറഞ്ഞ ഭൂതങ്ങൾ അലറിയോട്, നീ പറഞ്ഞ പട്ടണങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും, രാജ്യങ്ങളുടെ മേൽ നിയോഗങ്ങൾ. ഓ ഷാര ആത്മാവ് വന്നും പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ പറഞ്ഞപ്പോ ആകാശം അടയപ്പെട്ടെങ്കിൽ ഈ പകൽ ദൈവജനത്തിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ ശത്രു എഴുതിടുന്ന തീയമ്പുകളുടെ വാതിലുകൾ ഞങ്ങൾ അടയ്ക്കുകയാണ്. മറഞ്ഞിരുന്ന് പോരടിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയാണ്. ഈ പകൽ ദൈവജന സ്വതന്ത്രമാകട്ടെ. മാറി 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 ലകമേ ചിലവിനെ ലക്ഷ്യമിടുന്ന, ചിലവിനെ കൊണ്ടേ പോകുന്നു വാദിക്കുന്ന ചില ഇരുട്ടിന്റെ പദ്ധതികളുടെ ഈ പകൽ ദൈവത്തിന്റെ സംഭവിക്കുന്നു കേട്ടോ. കുടുംബങ്ങൾക്കകത്ത് വിടുതലുകൾ ചലിക്കുന്നു. പ്രിയരെ, ആത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ സൂര്യൻ പോലും അനുസരിക്കും. കൊതിയുണ്ടോ? പ്രകൃതിയെ അനുസരിപ്പിക്കുന്ന ആത്മനിറവുള്ളവർ. സ്തോത്രം പറഞ്ഞില്ല വാസ്തവേ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ? ഇതിനകത്ത് പിടിക്കാൻ തൻ്റെ ഇടമുള്ള തലമുറകളുണ്ടെങ്കിൽ പിടിക്കുക. നീ പറഞ്ഞാൽ പ്രകൃതി പോലും അനുസരിക്കും. നീ പറഞ്ഞാൽ ഇരുട്ടിൻ്റെ പാതാള ഗോപുരങ്ങൾ ഓടി ഒതുക്കും. നീ കാൽ ചവിട്ടുന്ന ദേശം ദൈവത്തിൻ്റെ ജയത്തിൻ്റെ കൊടി ഉയർത്താം. നിന്റെ കരത്തെ, നിന്റെ മാവിനെ, നിന്റെ ശിരസിനെ, നിന്റെ പാദത്തെ അഭിഷേകം ചെയ്യുന്ന ഒരു അഭിഷേകത്തിന്റെ പകലായി ഈ പകൽ മാറുകയാണ്. ഓ
സംഭവിക്കുന്നു, സംഭവിക്കുന്നു. ഓ ശാരാധാര വൈഡാവാല അർത്ഥാവാല ശാരാധേരെ റിബാരാബ സോരേ ധീരാധ ശേഖമേ ധീരാധ ശ്രീരാമ ധീരധോ ശ്രീഖാമ യാൽഖേമേ റിഖാമ ശാരാധേ റിമാന ശാരാധേ റോഘോലോ ശാരാധേ റിമാന ശാരാധേ ധീരേ ധീരാവ ചാറോ. ചില തലമുറകളെ ദൈവം വിടിവിക്കുക, ചില തലമുറകളെ ദൈവം വിടിവിക്കുക. ഓ ചില തലമുറകളുടെ മേൽ ദൈവിക നിയോഗങ്ങൾ വീഴുക. ഓ ശാബരാബ. ചില രോഗികളെ ദൈവം ഈ പകൽ സൗഖ്യമാക്കുക. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഈ പകൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചോ. ഈ പകൽ ദൈവിക സൗഖ്യം വെളിപ്പെടുക. പരിശുദ്ധാത്മാവ് ഇറങ്ങുക, പരിശുദ്ധാത്മാവ് ഇറങ്ങുക, പരിശുദ്ധാത്മാവ് ചലിക്കുക. ഓ ഹാർട്ടിന്റെ പെയിനുകൾ വഴിമാറുന്നു, ഹാർട്ടിന്റെ പെയിനുകൾ വഴിമാറുന്നു. ഓ റിവാലധാര ഘടക ഇടന്ത് നെഞ്ചിനകത്ത് വാദന ഇടുന്ന ചില രോഗാത്മാക്കള് ഈ പകൽ ദൈവാത്മാവ് ബന്ധിക്കുക. ഓ ശാരാബാല അർത്ഥാബാല ശാരാധാര അർത്ഥാബാല ശാരാധാര വൈഡപരകവേ റിബാരാബ ശാരാധാര ശാരാധേരെ അർത്ഥാബാല ശാരാധാര ശാരാഖോമോ വൈഡാബാല ശാരധേരെ. ഓ ഓ ശാരാബാല ഷോ ഷേ ആ ഐ ഖോ ധീരാമാ ശേഖേമേ അർത്ഥലോ ഷാറേ റീമോനോ. പട്ടണങ്ങളെ പിടിക്കുന്ന ആത്മനിയോഗമുള്ള ഒരു ദൈവസഭ ഈ അന്ത്യർക്കോണത്തിന്റെ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഓ ഈ പകൽ ഇവിടെ നിന്നൊരു ഉണർവ് വ്യാപരിക്കട്ടെ. ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരുടെ മേൽക്കട്ടെ. ലോകരാജ്യങ്ങളെ പിടിക്ക തന്റെ ഇടമുള്ള അഭിഷിക്തന്മാരുടെ മേൽക്കട്ടെ. രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന, ആമ ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആത്മനിയോഗമുള്ള ആത്മാവിന്റെ നിറവ് പ്രാപിച്ചവ. ഓ ശാരാബാല അർത്ഥാബാല അർത്ഥാബാല ശാരാബാല വൈഡാബാല ധീരധേരെ ശാരാധാര ശാരവൈഡേ അർത്ഥമാന ശാരധോര. ഓ റിഖാമാനാധുര. ഓ പ്രിയരെ, പഴയ നിയമത്തിനകത്ത് ഭക്തൻ പറഞ്ഞപ്പോൾ ആകാശമടഞ്ഞു, സൂര്യനും ചന്ദ്രനും നിന്നു. പക്ഷെ പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത, ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി വരുന്നവനല്ല പരിശുദ്ധാത്മാവ്, നിന്റെ കൂടെ എപ്പോഴും കാണും. ഒരിക്കൽ നിന്റെ അടുത്ത് വന്നാൽ നീ മരിക്കുന്നത് വരെയും, മരിച്ചു കഴിഞ്ഞു നിന്നെ നിത്യതയിൽ എത്തിക്കുന്നവരെയും ദൈവാത്മാവ് നിന്റെ കൂടെ കാണും. ഓ ദൈവാത്മാവിൻ്റെ നിറവ് നിന്റെ കൂടെ കാണും. ഇന്ന് പകൽ കേട്ടോ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്ന
അവൻ അസാധാരണമായി ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. ഇന്ന് പകൽ രോഗം കണ്ടു ഭയന്നിരിക്കുന്നവനല്ല, ആത്മനിറവുള്ളവൻ രോഗിയെ സൗഖ്യമാക്കുന്നവനാണ്, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാണ്, അഭിഷേകമുള്ളവൻ. എഫക്റ്റീവായിട്ടൊരു ലൈഫ് വേണോ? എഫക്റ്റീവായിട്ടൊരു ജീവിതം വേണോ? എന്നും തകർന്ന്, എന്നും ഉടഞ്ഞ്, എല്ലാവരുടെയും മുൻപിൽ ഒരു പരാജയമായി ജീവിക്കാതെ ഒരു എഫക്റ്റീവായിട്ടൊരു ജീവിതം വേണോ? ആത്മനിറവ് നിന്നിൽ സംഭവിക്കണം. പ്രിയരെ, പുതുനിയമത്തിനകത്തും 21-ാം നൂറ്റാണ്ടിലും ആത്മനിറവ് പ്രാപിച്ച ഒത്തിരി ഭക്തന്മാരുണ്ട്. അവരൊന്നും ചുമ്മാതെ ആത്മനിറവ് പ്രാപിച്ചവരല്ല, വിശ്വസ്തയോടെ ദൈവത്തോട് മുൻപിൽ നടന്നു. വാക്കിൻ ഒബീഡിയൻസ്, അനുസരണത്തിൽ ദൈവത്തോടുകൂടെ നടന്നു. അവർ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാപിച്ച ദൈവശക്തി അവരുടെ ജീവിതത്തെ ചരിത്രമാക്കി മാറ്റി. രണ്ടര മണിക്കൂർ പ്രസംഗിക്കാനുള്ള പ്രസംഗം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ ദൈവാത്മാവ് തന്ന ദൂതിലോട് എന്നെ ഡൈവേർട്ട് ചെയ്തതാണ് ഒരു ദൂത് കൈമാറാം. ഈ പട്ടണത്തിനകത്ത് ഞാൻ കൊതിക്കുന്നു, ലോകം അറിഞ്ഞില്ലേലും, പട്ടണങ്ങൾ അറിഞ്ഞില്ലേലും, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർ എഴുന്നേൽക്കട്ടെ. മധുരയ്ക്കടുത്തൊരു ദൈവദാസനുണ്ട്, ഒരു മധുരയ്ക്കടുത്തൊരു ദൈവദാസൻ. ആ ദൈവദാസന്റെ ആലയത്തിനകത്ത് 70-ഓ 60-ഓ പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ തൻ്റെ പ്രാർത്ഥന ലോകരാജ്യങ്ങളെ പിടിക്കുന്ന, ഇന്ത്യയുടെ ഉണർവിനെ പിടിക്കുന്ന അഭിഷിക്തന്മാർ എഴുന്നേൽക്കണം, എഴുന്നേൽക്കണം. ചരിത്രം പറയുന്നു, അദ്ദേഹത്തിൻ്റെ കൈവയ്പിനാൽ 66 ദൈവദാസന്മാർ ആലയത്തിനകത്തുനിന്ന് പുറത്തു വന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ സഭകളിലൊന്ന്, അതിൻ്റെ ലീഡറായിരിക്കുന്ന ദൈവമനുഷ്യൻ ആലയത്തിനകത്തിരുന്ന് അഭിഷേകം പ്രാപിച്ച ദൈവമനുഷ്യനാണ്. ഇന്ന് പകൽ ഞാൻ കൊതിക്കുന്നു, ആയിരങ്ങൾ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. ആയിരങ്ങൾ, 10,000 തകർന്നുകൊണ്ടിരിക്കുമ്പോ അഭിഷേകമുള്ള ആയിരങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. മക്കളെ, രോഗിയെ സൗഖ്യമാക്കിയത് കൊണ്ട് നിന്റെ ശുശ്രൂഷ തീരരുത്. ഭൂതത്തെ പുറത്താക്കിയത് കൊണ്ട് നിന്റെ ദർശനം തീരരുത്. ഇന്ന് മകൾ ഞാൻ ചാലഞ്ച് ചെയ്യുക, ഈ തലമുറയിലോ മരിച്ചവരുടെ മേൽക്കട്ടെ, ഈ തലമുറയിലും പ്രകൃതി നീ പറയുന്നത് അനുസരിക്കട്ടെ. ഞാൻ പറയുന്നത് ബാലരമ കഥയല്ല, ഞാൻ പ്രസംഗിക്കുന്നത് സത്യവേദ പുസ്തകമാണെങ്കിൽ ഈ തലമുറയിലും ഇന്ത്യ അത് കാണും. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ആദിവാസി ഊരിനകത്ത് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു പോയ 20 വയസ്സുകാരൻ, തൻ്റെ പേര് ഡേവിഡ് ഹോഗൺ എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ. ഭാഷയറിയത്തില്ല, ഊരുകാരുടെ കൾച്ചർ അറിയത്തില്ല. തൻ്റെ ഒരു അങ്കിളിൻ്റെ കൂടെ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. എത്ര പ്രസംഗിച്ചിട്ടും ജനം വിടുവിക്കപ്പെടുന്നില്ല, ആലയത്തിനകത്ത് ആള് കയറുന്നില്ല. തൻ മുഴങ്കാലിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ പ്രസംഗം നിർത്തി, ഇനി നീ പ്രവർത്തിക്കണം, എനിക്കൊരാത്മമറവ് തരാതെ ഈ പട്ടണം വിട്ട് ഞാൻ പോകില്ല. മെക്സിക്കോയുടെ ഒരു ട്രൈബിനകത്തിരുന്ന് കരഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരർദ്ധരാത്രിയിൽ ഏകാന്തമായിരുന്ന തൻ്റെ ബെഡിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. പിറ്റേ ദിവസം പകൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കാണുമ്പോൾ ആ ദേശനിവാസികളായ സഹോദരിമാരിൽ നിന്ന് ഭൂതമിളകാൻ തുടങ്ങി. ഒരു സഹോദരി മരിച്ച് 7 ദിവസമായ കുഞ്ഞിനെ
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുഴുവരിച്ച കുഞ്ഞിനെ ഒരു വെള്ള തൂവാലയ്ക്കകത്ത് ചുറ്റി നാട്ടുകാരെല്ലാം മൂക്കത്ത് വിരൽ വയ്ക്കുമ്പോൾ ഒരു ദൈവ മനുഷ്യനുണ്ട്, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ മനുഷ്യന്റെ വീട് തേടിയെത്തി. 4 ട്രൈബ് മാറി ദിവസങ്ങൾ യാത്ര ചെയ്ത് ജീർണിച്ച കുഞ്ഞുമായി വന്നു കയറി. ഡേവിഡ് ഹോഗനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞു മരിച്ചു, ഒന്ന് പ്രാർത്ഥിക്കാമോ? യൗവനക്കാരനായ ഡേവിഡ് ഹോഗൻ ആത്മമിറവിൽ ചെന്നിട്ട് തൻ്റെ മുഖം ചുറ്റിയിരുന്ന തൂവാല മാറ്റി മൂക്കത്ത് വിരൽ വച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരിക. ക്ഷീണത്തിൽ മരിച്ചു നാറ്റം വച്ച കുഞ്ഞ് എഴുന്നേറ്റു വന്നു. ആ രാത്രിയിൽ ആ പട്ടണം മുഴുവന് സ്നാനജലത്തിൽ ഇറങ്ങി. എന്തുകൊണ്ട് ഈ തലമുറയിൽ സംഭവിക്കത്തില്ല? ഞാൻ പറയുന്ന ഡേവിഡ് ഹോഗൻ ഈ തലമുറയിലും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പ്രസംഗം ദൈവാത്മാവിൽ തയ്യാറാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തൻ്റെ ശുശ്രൂഷയിൽ മാത്രം 30 ഡെഡ് ബോഡികൾ ഉയർത്തു. 30 ഡെഡ് ബോഡികൾ ഉയർത്തു. ഇന്ന് പകൽ എന്തുകൊണ്ട് ഈ തലമുറയിൽ നടക്കില്ല? ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്താൽ സാധ്യം. ജീവൻ എടുത്തവനെ തിരിച്ചു കൊടുക്കാൻ കഴിയൂ. സബിംബാസ്ക്ക് കഴിയില്ല, പരിശുദ്ധാത്മാവിന് കഴിയും. ഇന്ന് പകൽ റൈനാർഡ് ബോങ്കെ എന്ന് പറയുന്ന ശക്തനായ പ്രവാചകൻ 9ാമത്തെ വയസ്സിൽ ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു മിഷണറിയുടെ വാക്ക് കേട്ട് ആഫ്രിക്കയെ പറ്റി പദമേ കേട്ടു. 9ാമത്തെ വയസ്സിൽ തൻ്റെ ഹൃദയത്തിനകത്ത് വീണതാ ആഫ്രിക്കയുടെ ഉണർവ്. ആഫ്രിക്കയുടെ ഉണർവ്. താൻ 9ാമത്തെ വയസ്സ് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യൗവനക്കാരനായിരുന്നു. ജർമ്മനിയിൽ നിന്ന് വെയിൽസിലേക്ക് താൻ ഒരു ബൈബിൾ കോളേജ് പഠനവുമായുള്ള ബന്ധത്തിൽ വന്നപ്പോൾ പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ചപ്പോൾ തൻ്റെ ആഗ്രഹം ആഫ്രിക്കയിലേക്ക് പോകണം. ആഫ്രിക്കയിലേക്ക് പോയി താൻ ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ ഒറ്റ വ്യക്തികൾ പോലും രക്ഷിക്കപ്പെടുന്നില്ല, ഒറ്റ വ്യക്തികൾ പോലും സ്നാനജലത്തിൽ ഇറങ്ങുന്നില്ല. താൻ കരയാൻ തുടങ്ങി, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. കരഞ്ഞുകൊണ്ടിരുന്ന റൈനാർഡ് ബോങ്കയുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു. അതിൻ്റെ മേൽ വെളിപ്പെട്ട ദൈവാത്മാവിൻ്റെ ശക്തികൾ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. വലിയൊരു ക്രൂസൈഡ് ആഫ്രിക്കയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ, റൈനാർഡ് ബോങ്കെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞ് മരിച്ച് 7 ദിവസമായി ശരീരം മുഴുവൻ എംബാം ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ മാറ്റിയ ഡെഡ് ബോഡിയുമായി റൈനാർഡ് ബോങ്കയോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ മടക്കിത്തരാൻ നിന്റെ ദൈവത്തിന് കഴിയുമോ? ആ ദൈവദാസനും തൻ്റെ ടീമും ആ ക്രൂസൈഡിൽ ഇറങ്ങി നിന്നൊറ്റ പ്രാർത്ഥന. അവയവമെല്ലാം മാറ്റിയവൻ പുതിയ അവയവത്തോടെ എഴുന്നേറ്റ് വന്നു. ഇതൊരു പക്ഷെ വിമർശിക്കുന്നവർക്കോ ഇന്നത്തെ പൊട്ട ബുദ്ധിക്ക് ചിന്തിക്കുന്നവർക്കോ അസാധ്യമായിരിക്കാം. ഈ വചനം പറയുന്നു സാധ്യം. ഈ വചനം പറയുന്നു സാധ്യം. തൻ്റെ ക്രൂസൈഡിനകത്ത് ഒരിക്കൽ 4 ലക്ഷം പേർ ആഫ്രിക്കയിൽ കൂടി. അടുത്തൊരു ക്രൂസൈഡ് വച്ചപ്പോൾ 16 ലക്ഷം പേർ കൂടി. എന്തുകൊണ്ട് സംഭവിച്ചു? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഈ പകലൊന്ന് നിറയാമോ? നമ്മുടെ ചരിത്രം മാറും. അമ്പീർക്കോണത്തൊതുങ്ങില്ല, തിരുവനന്തപുരം പട്ടണത്തിലൊതുങ്ങില്ല, കേരളത്തിലൊതുങ്ങില്ല. ആരൊക്കെ നിനക്കെതിരെ പദ്ധതിയിട്ട് നീ ഒതുങ്ങിയെന്നല്ലേ പറയുന്നേ? ഈ പകലൊരു ആത്മനിറവിൽ എഴുന്നേൽക്കുക. പട്ടണങ്ങളെ പിടിക്കാൻ അഭിഷേകമുള്ളവനായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ട. ഒരു നിമിഷം ദൈവസനം എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ആ നിറവ് പ്രാപിക്കാൻ പോകാം. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ.
ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ഈ പകൽ വലിയൊരു ആത്മനിറവുള്ളവരായി നീ മാറണം. കരയാൻ കഴിയുമെങ്കിൽ കണ്ണുനീരോടെ സ്നേഹിത ഒരു വാക്ക് പറ. എന്നിൽ നിന്ന് നഷ്ടമായി പോയ വലിയ കൃപയുടെ ആഴങ്ങളെ എനിക്കൊന്ന് മടക്കി തരണമേ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. We welcome you, Holy Spirit. We welcome you, Lord. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. നീ കരഞ്ഞ കണ്ണുനീർ നിനക്ക് മാത്രമേ അറിയൂ. നീ വേദനയോടെ കരഞ്ഞ രാത്രികൾ നിനക്ക് മാത്രമേ അറിയൂ. പലപ്പോഴും ഒതുങ്ങിപ്പോയല്ലോ എന്ന് ചിന്തിച്ച് നിലവിളിച്ച രാത്രികളെ നിനക്ക് മാത്രമേ അറിയൂ. കർത്താവിനോട് പറ, കർത്താവേ ഒരു നിറവെന്നിൽ തരണേ, ഒരു നിറവെന്നിൽ തരണേ, അസാധാരണമായൊരു നിറവെന്നിൽ തരണേ. I want to walk with you, Lord. എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വലിയ അന്യഭാഷയൊന്നും പറഞ്ഞില്ലേലും ഹൃദയം തകർന്ന് വേദനയോടെ പരിശുദ്ധാത്മാവേ എനിക്കങ്ങ് വേണമെന്ന് ഒന്ന് പറഞ്ഞാട്ടെ. എനിക്കങ്ങ് വേണോപ്പ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. ഈ തലമുറയിൽ അഭിഷേകത്തെ ചുമക്കാൻ ഞാൻ റെഡിയാണ്. മക്കളെ, അർഹതയില്ലാത്ത ദൈവകൃപയുടെ പുതപ്പുകൾ ഈ പകൽ നിന്റെ മേൽ വീഴും. പ്രിയമാതാവേ, അർഹതയില്ലാത്ത രീതിയിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക ഫേവറുകൾ വെളിപ്പെടുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ ഈ പകൽ നിന്റെ ഭാരങ്ങൾ ഒഴുകി മാറുന്നു, നിന്റെ വേദനകൾ ഒഴുകി മാറുന്നു. ദൈവത്തോട് പറ, എന്റെ കൈ ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ, എന്റെ നാവ് ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ, എന്റെ അധരങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇതിനകത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഈ നിമിഷം രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്ക. ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോവാ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഈ നിമിഷം രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്ക. ഇപ്പോൾ സൗഖ്യം വെളിപ്പെടും.
ഇപ്പോൾ ദൈവിക സൗഖ്യം വെളിപ്പെടും. ഈ പകൽ ദൈവിക സൗഖ്യം വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ. അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഈ കരം വച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഈ പകൽ വെളിപ്പെടട്ടെ. മരണത്തിന്റെ പാശങ്ങൾ ഈ പകൽ അടിഞ്ഞു മാറട്ടെ. ഈ പകൽ അവരുടെ ജീവിതത്തിനകത്ത് ദൈവിക വിടുതലുകൾ ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അതങ്ങനെ സംഭവിച്ചതിനായി ഞാൻ ആത്മാവിൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില മരണത്തിൻ്റെ ശക്തികളെ ഈ പകൽ അഭിഷേകം തകർക്കുക. ചില മരണത്തിൻ്റെ ശക്തികളെ ഇന്ന് പകൽ അഭിഷേകം തകർക്കുക. അഭിഷേകത്തിൻ്റെ ശക്തിയാ ചില നുകങ്ങൾ തകർന്നു മാറുകയാ. കുടുംബങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ, സഭയ്ക്കെതിരെ, ജീവിതത്തിനെതിരെ വച്ച ചില മുഖങ്ങളെ ആത്മാവ് ഈ പകൽ തച്ചുടയ്ക്കുകയാ. പ്രാപിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചെടുക്ക. പുതിയ കൃപ, പുതിയ കൃപ, പുതിയ മിറവ്, പുതിയ മിറവ്. New beginnings are happening. പുതിയ തുടക്കങ്ങൾ സംഭവിക്കുന്നു. ചില പുതുമകൾ പരിശുദ്ധാത്മാവ് നിന്റെ കൂടാരത്തിനകത്ത് കൈമാറുകയാണ്. ശാരമാല ധൂരധാര ഘടകധാര ധാരധാര. കരമടിക്കുമെങ്കിൽ മമ്മായി, അന്യഭാഷ പറയുമെങ്കിൽ മമ്മായി. ഓ ശാരധാര ധാരധാര ക്ഷമാന ധൂരധാര ഘടകധീര വൈഡമാന ക്ഷീരധാര ധാരധാര ധീരം ധാരം ധാരം ധാര ശാരധീര ധാര ധീര ധാര 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 ധാര. ഓ ശാരദരം ദുര വൈഡവരകേരീപരം. ഇതര വൈഡവരകേരീ വര വൈഡവരം ദുര വംശവർ ദുര വൈഡവരകേരീ വര വൈഡവരം ദുര വംശമാന ഇതര ഘടക ദുരമാരി വര വൈഡവരം ദുര വംശവരം ദുര വൈഡവരകത. ധീ 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 ധീ. ഓ ശാരധാര ധീരബാല ഘടകശാര പുരവൈഡവരം പുരവക്ഷവരം പുരഘടക ചുരമാറി വരവൈഡവരം ദ. ശാവരാധാരികാമാന. ചില പുതിയത് ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ തലമുറയിൽ ദൈവം നിന്നെ ആത്മനിറവിൽ. ഓ ശാരധാര ധാര. പട്ടണങ്ങളുടെ ഭാഷകൾ നിന്റെ നാവിനകത്ത് വെളിപ്പെടുക. നിന്റെ ജീവിതം ഒരു ഉണർവന്റെ നിയോഗം വെളിപ്പെടുന്നതായി മാറും. ശാരധാര ധീരധാര ധീരധാര ധീരബലം ചുരവൈഡവരം ദ. കരമടിക്കുമെങ്കിൽ മമ്മായി, അന്യഭാഷ പറയുമെങ്കിൽ മമ്മായി. ഓ ശരവണ ദുരിതമാന
റീമനവൈഡവരം പുരവക്ഷപരം പുരവൈഡവരം പുരവക്ഷപരം ദാ Kamana Shiradhara Dhiramana Ivanamo ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരുടെ കൂടാരത്തിനകത്ത് മന്ത്രവാദികളുടെ പദ്ധതികളെ ദേശത്തിന്റെ അന്ധകാര മണ്ഡലങ്ങളുടെ പദ്ധതികളെ ജയിപ്പാൻ ആവശ്യമായ ദൈവകൃപ Yes. Yes. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കാമെന്ന് പറഞ്ഞവരെ ഒരു പുതിയ നിറവിലേക്ക് ഞങ്ങളെ ആലയം സ്റ്റെപ്പ് ചെയ്യുകയാണ്. ആലയത്തിന്റെ ശുശ്രൂഷ ശൈലികൾ മാറട്ടെ. ആലയത്തിന്റെ വർഷിപ്പ് പാറ്റേണുകൾ മാറട്ടെ. ആലയത്തിനകത്ത് വെളിപ്പെടുന്ന ആത്മനിറവിന്റെ അളവുകൾ മാറട്ടെ. അളവുകൾ മാറട്ടെ. പട്ടണങ്ങൾ തേടി തേടി ശരമനധുരാചര ശരാവനാരദലഘടക റീമാനമനധുരാചര Shabaradhuri Kabaradara Rimanadhuri Kababa Baba Baba Rimanadhara Dhara ഈ പകൽ ചിലവിനെ ദൈവം പുറത്തെടുക്കുക. ചിലവിനെ പുറത്തെടുക്കുക. നിന്റെ ശൈലി മാറുന്നു. നിന്റെ അഭിഷേകത്തിന്റെ അളവ് മാറുന്നു. നിന്റെ ദൈവകൃപയുടെ അളവ് മാറുന്നു. നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തിയുടെ അളവ് മാറുന്നു. ഈ പകൽ അസാധാരണമായി ചിലവിനെ ആത്മാവ് പുറത്തെടുക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ ഹാളിനകത്തായിരിക്കുന്ന 2 കൂടാരങ്ങൾക്കകത്തുനിന്ന് ശക്തരായ ദൈവകൃപയുള്ളവർ എഴുന്നേറ്റ് വരുന്നു. പട്ടണങ്ങളെ പിടിക്കാൻ തക്കവണ്ണം ഇന്ന് മുൻനിരയിൽ നിൽക്കുന്നവരല്ല, പിന്മാറിയെന്ന് ലോകം പറഞ്ഞ ചിലതിനെ ആത്മാവ് ഈ പകൽ അഭിഷേകത്താൽ പിടിക്കാൻ പോകുന്നു. അഭിഷേകത്താൽ പിടിക്കപ്പെടാൻ പോകുന്നു. അഭിഷേകം ചിലതിനെ മടക്കിക്കൊണ്ടുവരാൻ
എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ ആലയത്തിൽ നിന്നുള്ള ഒരു ഉണർവ് പുറപ്പെടും. പട്ടണങ്ങളെ പിടിക്കുന്ന ചലനങ്ങൾ ഉണ്ടാകും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, വിവിധ ഭാഷക്കാർ കടന്നു വരത്തക്ക നിലവാരത്തിലൊരു ഉണർവിലേക്ക് ആലയത്തെ ഇന്ന് പകൽ ലിഫ്റ്റ് ചെയ്യുകയാണ്. ഒരു അപ്ഗ്രഡേഷൻ സംഭവിക്കുന്നു. ആലയത്തിന്റെ ആരാധന രീതി മാറുന്നു, ശുശ്രൂഷ രീതി മാറുന്നു, എല്ലാ ട്രഡീഷനുകളും തകരുന്നു. ആത്മമറവിൽ അഭിഷേകം ചലിക്കുമോ? എന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവസഭയും ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ തിരുവനന്തപുരം പട്ടണത്തിൽ ദൈവ വസ്തുക്കളെ മാറ്റിയിടുന്നു. ശക്തമായ ബിൽഡിങ്ങുകൾ ഉയർന്നു വരുന്നു. അത്തരത്തിലൊരു ദൈവപ്രവൃത്തി ഇന്നു പകൽ ദൈവം അടിസ്ഥാനമിടുന്നു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ആലയവുമായുള്ള ബന്ധത്തിൽ 3 ഏക്കറിൽ കുറയാതെ വലിയൊരു വസ്തുവിനെ ആത്മാവ് പരിശുദ്ധാത്മാവ് അളന്നു മാറ്റുന്നു. വലിയ ബിൽഡിങ്ങുകൾ അതിനകത്ത് എഴുന്നേറ്റ് വരുന്നു. ശക്തന്മാർ എഴുന്നേറ്റ് വരുന്നു. നീ പ്രാർത്ഥിക്കാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ജനതയെ നിന്റെ മുമ്പിൽ നിരത്തി നിർത്തുന്നു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുക. ഈ 2024 കഴിയും മുമ്പ് നിന്നെ ഞാനത് നിറയ്ക്കും, നിറയ്ക്കും, നിറയ്ക്കും. പ്രാർത്ഥനാ സമയങ്ങൾ മാറ്റിവെക്കുക. അസാധാരണമായൊരു സാന്നിധ്യവുമായി ഞാൻ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരും. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. മഹത്വത്താൽ മൂടും. പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നിമിഷം ദൈവസന്നിധിയിരിക്കാമോ? കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ദശാംശമായി വഴിപാടായി നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളും തൈറ്റുകളും നിക്ഷേപിക്കാവുന്നതാണ്. ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഈ വർഷത്തെ 11ാമത്തെ മാസം അവസാനത്തെ ഞായറിൽ ഞങ്ങൾ ആത്മാവിൽ വിതയ്ക്കുകയാണ്. ഓൺലൈനായി ഓഫ്ലൈനായി ദശാംശമായി വഴിപാടായി നേർച്ചയായി വിതയ്ക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. 1000 മടങ്ങ് കൊയ്യുവാൻ സ്വർഗമിട വരുത്തും. മഹത്വത്താൽ മൂടും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.